ഫ്രണ്ട്സ്, PSC വേർഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 ഫെബ്രുവരി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് ഏത് വിമാനത്താവളമാണ്? ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് ഏതാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽപ്പ്. ഹെൽപ്പ് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിർമ്മിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമാകുന്നത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് സംസ്ഥാനത്ത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഹെൽപ്പാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് ആരാണ്? വി ഹരിനായർ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, വി ഹരിനായർ ആണ് കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരമാണ് ഡൽഹി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സിനിമാ താരം ആരാണ്? 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സിനിമാ താരമാണ് ഷാരൂഖ് ഖാൻ. ആരാണ്? ഷാരൂഖ് ഖാൻ ആണ് 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സിനിമാ താരം. കേരളത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി ആരാണ്? വി ഹരിനായർ ആണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ്. 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സിനിമാ താരമാരാണ്? ഷാരൂഖ് ഖാൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2024 പൂന്താന സ്മാരക അവാർഡ് ജേതാവ് ആരാണ്? 2024 പൂന്താന സ്മാരക അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് 2024 പൂന്താന സ്മാരക അവാർഡ് ജേതാവ്. പുരസ്കാര തുക 25,000 രൂപയാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി എവിടെയാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്റാനാണ്. രാജസ്ഥാനിലെ പൊഖ്റാനിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനികാഭ്യാസമായ വായുശക്തി 2024 വേദി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമൻ. ചെറുവയൽ രാമനെയാണ് 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി. 2024 പൂന്താന സ്മാരക അവാർഡ് ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്റാനാണ്. 2024 ഫെബ്രുവരിയിൽ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് 2024 ജേതാക്കൾ ആരാണ്? അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് 2024 ജേതാക്കളാണ് ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ, മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്ക് പുനരധിവാസത്തിനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ നടപ്പാക്കുന്ന
പദ്ധതിയാണ്. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് 2024 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരിക്കകം എന്ന സ്ഥലത്താണ്. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കരിക്കകം. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ബ്രെയിൻ ഗെയിൻ ആണ്. ബ്രെയിൻ ഗെയിൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി എവിടെയാണ്? 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടി വേദിയാണ് ദുബായ്. എവിടെയാണ്? ദുബായിലാണ് 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി. ഒന്നും കൂടി നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെയാണ്? കരിക്കകം. മികച്ച മലയാളി ഗവേഷകർ വികസിത രാജ്യങ്ങളിലേക്ക് പോകുന്നത് തടയാൻ കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് ബ്രെയിൻ ഗെയിൻ. 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടി വേദി എവിടെയാണ്? ദുബായ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമനിട്ട പുരസ്കാരം 2024 ജേതാവ് ആരാണ്? കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമനിട്ട പുരസ്കാരം 2024 ജേതാവാണ് റഫീഖ് അഹമ്മദ്. ആരാണ്? റഫീഖ് അഹമ്മദ് ആണ് 2024 ജേതാവ്. എങ്കിൽ 2023 ജേതാവ് പ്രഭാവർമ്മയാണ്. 2023 ജേതാവ് പ്രഭാവർമ്മയും 2024 കടമനിട്ട പുരസ്കാര ജേതാവ് റഫീഖ് അഹമ്മദുമാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്ക് എത്രയാണ്? 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്കാണ് 6.5%. 6.5% ആണ് 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്ക്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ കടമനിട്ട പുരസ്കാരം 2024 ജേതാവ് ആരാണ്? റഫീഖ് അഹമ്മദ് ആണ്. 2023 ജേതാവ് പ്രഭാവർമ്മ. 2024 ഫെബ്രുവരി പ്രകാരം RBI റിപ്പോ നിരക്കാണ് 6.5%. മികച്ച നവാഗത പാർലമെന്റേറിയനുള്ള 2023 ലോക്മത് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് ജോൺ ബ്രിട്ടാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി ഏതാണ്? 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരിയാണ് ഭാരത് റൈസ്. ഭാരത് റൈസ് 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരിയാണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. ഓർത്തിരിക്കുക. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അരി ഏതാണ്? ഭാരത് റൈസ് ആണ്. 36ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി കാസർഗോഡാണ്. ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥ എന്താണ്? കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥയാണ് അതിജീവനം. ഒന്നും കൂടി നമുക്ക് നോക്കാം. പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ വിശ്വാസ് മേത്ത മലയാളത്തിൽ എഴുതിയ ആത്മകഥയാണ് അതിജീവനം. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ് ചലച്ചിത്ര താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്?
തമിഴ് ചലച്ചിത്ര താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രിക്കഴകം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. തമിഴ് ചലച്ചിത്ര താരം ജോസഫ് വിജയ് ചന്ദ്രശേഖർ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രിക്കഴകം എന്നാണ്. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷണൽ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ച് ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ചാണ് കാപ്പാട് ബീച്ച്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതരത്ന നേടിയ 50ാമത് വ്യക്തി ആരാണ്? ഭാരതരത്ന നേടിയ 50ാമത് വ്യക്തിയാണ് LK അദ്വാനി. LK അദ്വാനിയാണ് ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തി. ഒന്നും കൂടി നമുക്ക് നോക്കാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ ബീച്ചാണ് കാപ്പാട് ബീച്ച്. ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യാൻ പ്രചോദനമാവുകയുള്ളൂ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.